Radio Lime News Update. നമസ്കാരം, ലൈം ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. വാർത്തകളുമായി ഞാൻ നിപിൻ. NHSൽ ഗുരുതര ചികിത്സാ വീഴ്ച, ഹൃദയ ശസ്ത്രക്രിയയ്ക്ക് പിന്നാലെ രോഗികൾ മരിച്ച സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിരിക്കുന്നു. ഹെല്ലിനടുത്തുള്ള കാസിൽ ഹിൽ ഹോസ്പിറ്റലിലെ ഹൃദയ ശസ്ത്രക്രിയയ്ക്ക് ശേഷമുള്ള രോഗികളുടെ മരണത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. ആശുപത്രിയിലെ ചികിത്സാ പിഴവിന് പിന്നാലെ ചിലർക്ക് പരിക്കുകൾ ഉണ്ടായിരുന്നതായും പ്രധാന ശസ്ത്രക്രിയയിലെ സങ്കീർണതകൾ മരണ സർട്ടിഫിക്കറ്റിൽ നിന്ന് ഒഴിവാക്കിയതായും രേഖകൾ പുറത്തുവന്നതിന് പിന്നാലെയാണ് അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത്. ഒരു സ്ത്രീക്ക് 6 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ലോക്കൽ അനസ്തേഷ്യ ശസ്ത്രക്രിയകളിൽ 5 ലിറ്റർ രക്തം നഷ്ടപ്പെട്ടതിന് പിന്നാലെ ജീവൻ നഷ്ടമായിരുന്നു. എന്നാൽ ഇവരുടെ മരണ സർട്ടിഫിക്കറ്റിൽ ന്യൂമോണിയ മാത്രമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ശസ്ത്രക്രിയയെക്കുറിച്ചോ സങ്കീർണതകളെക്കുറിച്ചോ കൂടുതൽ പരാമർശിക്കുന്നില്ല. മരണത്തിന് പിന്നാലെ സത്യാവസ്ഥ ഹോസ്പിറ്റൽ അധികൃതർ ബന്ധുക്കളെ അറിയിച്ചിരുന്നില്ല. അന്വേഷണം പ്രാരംഭഘട്ടത്തിലാണെന്നും ഇതുവരെ ആരെയും അറസ്റ്റ് ചെയ്തിട്ടില്ലെന്നും ഹാംബർസൈഡ് പോലീസ് സ്ഥിരീകരിച്ചു. മനുഷ്യാസ്ഥികൾ കൊണ്ട് നിർമ്മിച്ച മാരകമായ പുതിയ തരം സിന്തറ്റിക് മയക്കുമരുന്നുമായി ബ്രിട്ടീഷ് യുവതി പിടിയിൽ. ഏകദേശം 45 കിലോയിലധികം ലഹരിയുമായിട്ടാണ് 21 വയസ്സുള്ള UK മുൻ ഫ്ലൈറ്റ് അറ്റൻഡർ ആയിട്ടുള്ള ഷാർലറ്റ് മെയ്ലി ശ്രീലങ്കയിൽ പിടിയിലായത്. ഈ മാസം ആദ്യം ശ്രീലങ്കൻ തലസ്ഥാനമായ കൊളംബോയിലെ ബന്ദാരനായിക വിമാനത്താവളത്തിൽ വെച്ചാണ് ഇവർ അറസ്റ്റിലായതെന്ന് അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. കുറ്റം തെളിഞ്ഞാൽ 25 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കുമെന്നാണ് റിപ്പോർട്ട്. ഏകദേശം 28 കോടി രൂപ വിലമതിക്കുന്ന മയക്കുമരുന്ന് ശേഖരമാണ് യുവതിയിൽ നിന്നും പിടികൂടിയത്. താൻ അറിയാതെയാണ് മയക്കുമരുന്നിന്റെ ശേഖരം തന്റെ സൂട്ട് കേസിൽ വന്നതെന്നാണ് യുവതി അവകാശപ്പെടുന്നത്. റഷ്യ യുക്രൈൻ സംഘർഷത്തിൽ ആക്കം കൂട്ടുവാൻ ബ്രിട്ടൻ കഴിഞ്ഞ വർഷം അയച്ച 10,000 UAVകൾക്ക് പുറമെ 2026 ഏപ്രിലോടെ യുക്രൈന് 1,00,000 പുതിയ ഡ്രോണുകൾ നൽകുമെന്ന് ബ്രിട്ടൻ പ്രതിജ്ഞയെടുത്തിരിക്കുകയാണ്. യൂറോപ്പിന് റഷ്യ ഭീഷണി ഉയർത്തുന്നുവെന്ന ബ്രിട്ടന്റെ വ്യാജ ആരോപണങ്ങളുമായി ഇതിനെ ചേർത്ത് വായിക്കേണ്ടതാണ്. യുക്രൈനിലേക്ക് പുതിയ ഡ്രോൺ ഡെലിവറികൾ എത്തിക്കുന്നതിനായി ബ്രിട്ടൻ തങ്ങളുടെ 4.5 ബില്യൺ പൗണ്ട് യുക്രൈൻ സൈനിക പാക്കേജിൽ നിന്ന് 350 മില്യൺ പൗണ്ട് അനുവദിച്ചതായി സർക്കാർ പ്രസ്താവനയിൽ പറഞ്ഞു. ബ്രസൽസിൽ നടക്കാനിരിക്കുന്ന യുക്രൈൻ കോണ്ടാക്ട് ഗ്രൂപ്പ് മീറ്റിംഗിൽ ബ്രിട്ടന്റെ പ്രതിരോധ സെക്രട്ടറി ജോൺ ഹീലി ഈ പുതിയ പദ്ധതി വിശദീകരിക്കുമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇനി നാട്ടിലെ വാർത്തകൾ. RCBയുടെ വിജയാഘോഷത്തിൽ പങ്കെടുക്കുവാൻ ചിന്നസ്വാമി സ്റ്റേഡിയത്തിലേക്കുള്ള പ്രവേശനവും സൗജന്യമാണെന്ന അറിയിപ്പും ഇതേ തുടർന്നുണ്ടായ അനിയന്ത്രിതമായ ജനക്കൂട്ടവും ഇടുങ്ങിയ ഗേറ്റുമാണ് ബംഗളൂരുവിലെ ദുരന്തത്തിന് പ്രധാന കാരണമെന്നാണ് വിവരം. 11 പേരാണ് ദുരന്തത്തിൽ മരിച്ചത്. 47 പേർക്ക് പരിക്കേറ്റു. ആയിരക്കണക്കിന് പേർ സ്റ്റേഡിയത്തിലേക്ക് കടക്കുവാൻ കാത്തുനിന്നിരുന്നതെന്ന് പോലീസും ദൃക്സാക്ഷികളും പറഞ്ഞു. തുടക്കത്തിൽ പരിപാടിയിൽ പങ്കെടുക്കുന്നതിന് പാസ് ഏർപ്പെടുത്തിയിരുന്നു. എന്നാൽ വളരെ കുറച്ചു പേർക്ക് മാത്രമാണ് പാസ് ലഭിച്ചിരുന്നുള്ളൂ. വളരെ പെട്ടെന്ന് നിശ്ചയിച്ച പരിപാടിയായതുകൊണ്ട് എല്ലാവരും സ്റ്റേഡിയത്തിലേക്ക് പ്രവേശിപ്പിക്കുവാൻ തീരുമാനിക്കുകയായിരുന്നു. ഇതേ തുടർന്ന് സ്റ്റേഡിയത്തിലേക്ക് പ്രവേശിക്കുവാനുള്ള ഗേറ്റ് തുറന്നതോടെ ആരാധകർ തിക്കിത്തിരക്കി ഉള്ളിലേക്ക് കയറി. ഇടുങ്ങിയ ഗേറ്റ് വഴി മാത്രമായിരുന്നു പ്രവേശനമെന്നതും ദുരന്തത്തിന്റെ ആഘാതം വർദ്ധിപ്പിച്ചു. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ജൂലൈ 21 മുതൽ ഓഗസ്റ്റ് 12 വരെ നടക്കും. സമ്മേളനത്തിന് 48 ദിവസങ്ങൾക്ക് മുമ്പ് തീയതി പ്രഖ്യാപിച്ച കേന്ദ്ര സർക്കാർ പഹൽഗാം ഭീകരാക്രമണവും തുടർന്നുണ്ടായ സംഭവങ്ങളും വിശദീകരിക്കുവാൻ പാർലമെന്റിന്റെ പ്രത്യേക സമ്മേളനം വിളിക്കണമെന്ന ഇന്ത്യ സഖ്യത്തിന്റെ ആവശ്യം പരോക്ഷമായി തള്ളിയിരിക്കുകയാണ്. ഓപ്പറേഷൻ സിന്ദൂറിന്റെ പശ്ചാത്തലത്തിൽ പ്രത്യേക സമ്മേളനം വിളിക്കണമെന്നാവശ്യപ്പെട്ട് ഇന്ത്യ സഖ്യത്തിലെ 16 നേതാക്കന്മാർ ഒപ്പിട്ട കത്ത് കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രിക്ക് നൽകിയിരുന്നു. 300 MPമാരുടെ കത്ത് കൈമാറുവാനുള്ള നീക്കവും അണിയറയിൽ നടക്കുന്നതിനിടെയാണ് കേന്ദ്ര പാർലമെന്ററി കാര്യ മന്ത്രി കിരൺ റിജിജു അപ്രതീക്ഷിതമായി വർഷകാല സമ്മേളനത്തിന് തീയതി പ്രഖ്യാപിച്ചത്. മഞ്ഞുമൽ ബോയ്സ് സിനിമയുമായി ബന്ധപ്പെട്ട സാമ്പത്തിക തട്ടിപ്പ് കേസിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകുവാൻ നടൻ സൗബിൻ ഷാഹിറിന് നോട്ടീസ്. കേസ് അന്വേഷിക്കുന്ന മരട് പോലീസാണ് നോട്ടീസ് നൽകിയത്. 14 ദിവസത്തിനകം അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകണമെന്നാണ് നിർദ്ദേശം. സൗബിന് പുറമെ പിതാവ് ബാബു ഷാഹിറിനും ചിത്രത്തിന്റെ മറ്റൊരു നിർമ്മാതാവ് ഷോൺ ആന്റണിക്കും നോട്ടീസ് അയച്ചിട്ടുണ്ട്. കേസിൽ അന്വേഷണം തുടരാമെന്ന് ഹൈക്കോടതി അടുത്തിടെ ഉത്തരവിട്ടതിന് പിന്നാലെയാണ് നടപടി. ഇനി കായിക വാർത്തകൾ. ജർമ്മനിയെ തോൽപ്പിച്ച് പോർച്ചുഗൽ യുവേഫ നേഷൻ ലീഗ് ഫുട്ബോൾ ഫൈനലിൽ. സെമി ഫൈനലിൽ ജർമ്മനി 1-2 ഗോളുകൾക്ക് തോൽപ്പിച്ചാണ് പോർച്ചുഗൽ ഫൈനലിൽ കടന്നത്. ഫ്രാൻസിസ്കോ കോൺസീസാവോ, സൂപ്പർ താരം ക്രിസ്ത്യാനോ റൊണാൾഡോ എന്നിവരാണ് പോർച്ചുഗലിന് വേണ്ടി ഗോൾ നേടിയത്. ഫ്ലോറിയൻ വിറ്റ്സാണ് ജർമ്മനിയുടെ ഏക ഗോൾ നേടിയത്. ഫ്രാൻസ് സ്പെയിൻ സെമി ഫൈനലിലെ വിജയികളെ 8-ാം തീയതി നടക്കുന്ന ഫൈനലിൽ പോർച്ചുഗൽ നേരിടും. ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക് 116.30 രൂപ. ഇതോടുകൂടി വാർത്തകൾ കഴിഞ്ഞു. കൂടുതൽ വാർത്തകൾ അടുത്ത ബുള്ളറ്റിൽ. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി റേഡിയോ ലൈം ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും. Radio Lime.